ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആയതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾ ഇപ്പോൾ വിധിയെ ഫേസ് ചെയ്യുന്നത്? അതിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുമോ? എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള പ്രശ്നം എന്താണ്? വിധി എന്താണ്? ബന്ധനമാണ്. നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ബന്ധിച്ചിരിക്കുന്നു. അത് ചില തോട്ടുകളിലായിരിക്കും, ചില ചിന്തകളിലായിരിക്കാം നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നത്. ആ ചിന്തയിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ചില വ്യക്തികളിലായിരിക്കാം നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നത്. അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിലായിരിക്കാം, അതിൽ നിന്നും പുറത്തു വരാൻ കഴിയുന്നില്ല. ഭയമാണ്. ആരെയൊക്കെയോ നിങ്ങൾ ഭയക്കുന്നുണ്ട്. ഓരോ ദിവസത്തെയും നിങ്ങൾ ഭയക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമില്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അന്ധകാരത്തിലായിരിക്കുന്നതിൽ നിങ്ങൾ ഒരുപാട് ഭയക്കുന്നു. ഇതിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ ജീവിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഓരോ ദിവസവും നിങ്ങൾ കണ്ണുനീര് മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്നതായി കാണുന്നു ചില വ്യക്തികൾ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ വിധി എന്താണ് ഇപ്പോൾ നേരിടുന്ന? ഓക്കെ, മുന്നോട്ട് എന്താണെന്ന് ഒരു കാഴ്ചപ്പാടും നിങ്ങൾക്കിപ്പോൾ ഇല്ല. ജീവിതത്തിലാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് മൂടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും നിങ്ങൾക്ക് ശരിയായി വരുന്നില്ല. എല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്നു. മാനസികാവസ്ഥ വളരെ പ്രതികൂലമായി കാണപ്പെടുന്നു. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും തന്നെ പ്രവർത്തിക്കുവാൻ മനസ്സ് നിങ്ങൾക്ക് അനുവദിക്കുന്നില്ല. എവിടെയും നോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയിൽ കൂടി നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നു. ഓക്കെ, പ്ലീസ് കെയർ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചില സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുവാനും അല്ലെങ്കിൽ അതുവഴി നിങ്ങൾ മുന്നോട്ട് പോകുവാനും നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതായി കാണുന്നു. സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഹിഡനായി തന്നെയാണ് നിൽക്കുന്നത്. പലപ്പോഴും നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില ഹിഡൻ കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിത രഹസ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നു മാറി പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ്? വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു മാറ്റങ്ങൾ സംഭവിക്കാത്തത്? ഓക്കെ, ഇതിലെല്ലാം നിങ്ങൾക്ക് ഹിഡനായി നിൽക്കുന്നു. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ട് ദൈവത്തെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികളുടെ ജീവിതത്തിൽ കർമ്മ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായി കാണുന്നു. അതിൽ നിന്നും മുക്തിക്കായി നിങ്ങൾ കാത്തിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു. സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ശാരീരികവും ആരോഗ്യപരമായിട്ടും നിങ്ങൾ ഒരുപാട് ക്ഷീണിച്ചു പോയിരിക്കുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ള വ്യക്തികളിൽ നിങ്ങൾ ഒരുപാട് ബന്ധനങ്ങളിലായിരിക്കുന്നു. കർമ്മ ഫേസ് ചെയ്യുന്നതായി കാണുന്നു. ജീവിതത്തിൽ അന്ധകാരം മൂടിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഒരു പ്രകാശം നിങ്ങളിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയോട്, ഒരു സൂര്യോദയം നിങ്ങൾക്ക് വരുമെന്നുള്ള പ്രതീക്ഷയോട് ഓരോ ദിവസവും നിങ്ങൾ കാത്തിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇവിടെ 6 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഓഫർ തന്നിട്ട് നിങ്ങളിൽ നിന്നും കടന്നു പോയിരിക്കുന്നതായിട്ടുള്ള ചില റിലേഷൻഷിപ്പിനെ ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചില വ്യക്തികൾ ചതിച്ചതായി കാണുന്നു. അഥവാ അവയും തങ്ങളുള്ള ആ ഒരു സ്റ്റോറിയുടെ ഒരു പിക്കാണിത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കും. ഇവിടെ ഒരു സർപ്പത്തെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സ്ത്രീയെ വഞ്ചിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആവശ്യമില്ലാത്ത ചില നുണക്കൊതികൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വഞ്ചിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നു. ഒരുപാട് സ്നേഹവും ഒരുപാട് വിശ്വാസവും ഉണ്ടായിരുന്ന ബന്ധത്തെ ഇവിടെ ചില വ്യക്തികൾ നശിപ്പിച്ചിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, വിജയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ വെയിറ്റിങ്ങിലാണ്. നിങ്ങൾക്ക് വിവാഹം നടക്കുന്നില്ല. ഒരുപാട് വിഷമത്തിൽ കൂടി കടന്നു പോകുന്നു. ഓക്കെ, മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള വിധി എന്താണ് എന്നുള്ള ചോദ്യമാണ്. വിധി എന്ന് പറയുന്നത് വിവാഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള വിവാഹം നിങ്ങൾക്ക് നടക്കുന്നില്ല. ചില കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. റിലേഷൻഷിപ്പ് ഇവിടെ ഡെത്തായി പോയിരിക്കുന്നതായി കാണുന്നു ചില വ്യക്തികൾക്ക്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഇവിടെ ഡെത്തായി പോയിരിക്കുന്നതായി കാണുന്നു. ബന്ധം വേർപിരിഞ്ഞതായി കാണുന്നു. ഓക്കെ, ചില വ്യക്തികളുടെ ബ്ലാക്ക് മാജിക്, ബ്ലാക്ക് എനർജി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾ
നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ മുന്നോട്ടുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഹിഡനായി ഇരിക്കുന്നു, അത് നിങ്ങൾക്ക് വ്യക്തത ലഭിക്കുന്നില്ല എന്നുള്ളത് കാണുന്നു. ഓക്കെ, വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൺഫ്യൂഷനിലായിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, വ്യൂസ് നേരിടുന്ന വിധിയുടെ ഓവറോൾ എനർജി എന്താണ്? ഹാങ്ഡ് സിറ്റുവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങളെ ഭരിക്കുന്നത് ഇപ്പോൾ ചില വേദനകളാണ്, ചില വിഷമങ്ങളാണ്, ചില ബന്ധനങ്ങളാണ് നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം എൻ്റെ വ്യൂസിന് ലഭിക്കുമോ? പ്രപഞ്ചശക്തി എന്ത് പ്രവർത്തനമാണ് ഇതിന് നേരെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്രപഞ്ചശക്തി എൻ്റെ വ്യൂസിന് വേണ്ടി എന്താണ് ഒരുക്കുന്നത്? ഈ ഡെവിളിനോട് ഏറ്റുമുട്ടുന്നതിന് വേണ്ടി പ്രപഞ്ചശക്തി എന്ത് അനുഗ്രഹമാണ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്നത്? എന്ത് ശക്തിയാണ് നൽകുന്നത്? ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എനിക്ക് വയ്യ. താങ്ക് യു യൂണിവേഴ്സ്, ഇത്രയും വലിയ അനുഗ്രഹം. ദ വേൾഡ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ കയ്യിൽ പ്രൊട്ടക്ഷനിലാണ് നിങ്ങൾ. ഓക്കെ, ആ ഒരു വലയത്തിലാണ്. ഇനി ഡെവിൾ എന്നല്ല എന്ത് വന്നിരുന്നാലും നിങ്ങളെ ചിലപ്പം അവിടുന്ന് ഇവിടുന്ന് വേദനിപ്പിച്ചൊന്ന് കരയിപ്പിച്ചെന്നിരിക്കും. പക്ഷേ ഒരിക്കലും നിങ്ങളെ അതിനെ നശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനെ നശിപ്പിക്കുവാൻ, നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുവാൻ അതിന് കഴിയില്ല. കാരണം ഇവിടെ നിർത്തിയിരിക്കുന്ന ആ വളയമുണ്ടല്ലോ, ആ വളയം എന്ന് പറയുന്ന ആ അഗ്നിയുടെ വളയമാണ്. നിങ്ങളെ തകർക്കുവാൻ ഈ ഡെവിൾ എന്നല്ല ഒന്നിനും സാധിക്കില്ല. ഇതിലേക്ക് തൊടുമ്പോൾ തന്നെ ഭസ്മമായി പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. നിങ്ങളെ ആരാണോ നിങ്ങളെ വേദനിപ്പിച്ചത് ആ വ്യക്തിയുടെ മുന്നിൽ തന്നെ നിങ്ങളെ വിരുന്നൊരുക്കിയിരിക്കും 100%. ഓക്കെ, ഇതിൽ വിശ്വസിക്കുന്നവർക്ക് മഹത്വം. താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു സമാധാനവും ശാന്തവുമായ ഒരു സ്ഥലത്തേക്കുള്ള മാറ്റമാണ് വരുന്നത്. നിങ്ങളെ അപമാനിച്ച് കെട്ടി വലിച്ചു കൊണ്ടുപോയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. മറ്റുള്ളവരുടെ മുമ്പിലെല്ലാം അപമാനിക്കപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഇവിടെ നിങ്ങളെ ഉയർത്തി മാനിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ പ്രകാശം ഇനി തണ്ടിന്മേൽ വയ്ക്കുവാൻ പോകുന്നു. നിങ്ങളുടെ പ്രകാശം ഒരിക്കലും അറയ്ക്കകത്ത് വെക്കുന്നതല്ല, അടച്ചു വെക്കുന്ന ഒരു പ്രകാശമല്ല. അത് തണ്ടിന്മേൽ വെക്കണം. മറ്റുള്ളവർക്ക് കൂടി പ്രകാശമായി മാറുന്ന ഒരു വ്യക്തിയായി മാറാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുവാൻ സാധിക്കുന്നില്ലായിരിക്കും, കാരണം ഇവിടെ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നിങ്ങളെ മൂവ് ഓൺ ചെയ്യിക്കുന്നു. ആ ബന്ധനങ്ങളിൽ നിന്നും വെളിയിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളെ ചതിച്ച് വഞ്ചിച്ചു പോയിട്ടുള്ള ചില വ്യക്തികൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അത് കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അത് ജോലി സ്ഥലത്തായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, എവിടെ നിന്നായിരുന്നാൽ തന്നെയും പ്രപഞ്ചം നിങ്ങളെ ഉയർത്തി മാനിക്കാൻ പോകുന്നു. ഓക്കെ, നിങ്ങളെ താഴ്ത്തി കെട്ടിയിരുന്ന സിറ്റുവേഷനിൽ നിങ്ങളെ ഉയർത്തി മാനിക്കാൻ പോകുന്നു. നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന എഫേർട്ടാണ്. മറ്റുള്ളവർ അംഗീകരിക്കുന്നതായിട്ടുള്ളൊരു എഫേർട്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. പ്രപഞ്ചം നിങ്ങളെ കൊണ്ട് അങ്ങനെ ആക്കുന്നു. നിങ്ങൾ ചതിച്ച വ്യക്തിയുടെ മുന്നിൽ നിങ്ങളെ ഉയർത്തി മാനിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നല്ലൊരു ചീറ്റിംഗ് നിങ്ങൾക്ക് ലഭിച്ചതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പ്ലാൻ എന്താണോ അത് പ്രപഞ്ചമാണ് ഇനി മുന്നോട്ട് നയിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത്. കാരണം ഇൻഡ്യൂഷൻ പവർ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചല്ല, പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് ഇനി നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എപ്പോഴും ഉള്ളതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഡെത്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഡെത്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 ഓഫ് സോഡിൻ്റെ എനർജി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം മാത്രമേ ഉള്ളൂ, ആത്മാവ് മരിച്ചിരിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈറ്റിംഗ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, മരുഭൂമിയിലായിരിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എവിടെയാണോ അവസാനിപ്പിച്ചത്, എവിടെയാണോ നിങ്ങൾ തകർക്കപ്പെട്ടത്, അവിടെ നിന്നും ഒരു ഉദയം, ഒരു സൂര്യോദയം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു വിജയം നിങ്ങൾക്ക് വരുന്നുണ്ട്. കർമ്മ നിങ്ങൾക്ക് ഇവിടെ അവസാനിക്കുന്നു. ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ഉള്ളതായിട്ടുള്ള ഒരു കർമ്മ സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നുപോയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം വരുന്നു. നിങ്ങളിലേക്ക് പ്രകാശം, പ്രപഞ്ചത്തിൻ്റെ പ്രകാശ കിരണങ്ങൾ പതിക്കുവാൻ പോകുന്നു. നിങ്ങൾ മജീഷ്യനായി മാറിയിരിക്കുന്നു. നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരുന്നു. നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 6 ഓഫ് കപ്പിൻ്റെ എനർജി. എൻ്റെ വീണ്ടും വിജയമാണ്, ഒരു വിവാഹമാണ്, കമ്മിറ്റ്മെൻ്റ് ആണ് വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ വിവാഹത്തിനായി, കമ്മിറ്റ്മെൻറ്റിനായി നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു. ഒരു വിജയം കടന്നു വരുന്നു. ജോലി സംബന്ധമായ ഒരു വിജയം വരുന്നു. പൈസ സംബന്ധമായിട്ടൊരു വിജയം വരുന്നു. സാമ്പത്തിക അനുഗ്രഹം എൻ്റെ വ്യൂസിനെ തേടിയെത്തുന്നതായി കാണുന്നു. വിശ്വസിക്കുന്നവർക്ക് മാത്രം ഇത് നിനക്കുള്ളതാണ്. ഓക്കെ, തീർച്ചയായിട്ടും നിൻ്റെ കരങ്ങളിലേക്ക് പണം എത്തിയിരിക്കും. നീ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് നിന്നിലേക്ക് എത്തിയിരിക്കും. നിൻ്റെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും നീ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കോളും മെസ്സേജ് നിങ്ങൾക്ക് വന്നിരിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ
സെവൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെ കൂകി വിളിച്ച വ്യക്തികളെ കൊണ്ട് തന്നെ നിങ്ങളെ ജയ് വിളിപ്പിക്കുന്ന യൂണിവേഴ്സിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഓക്കെ, മറ്റുള്ളവരുടെ സ്നേഹം, മനുഷ്യൻ്റെ സ്നേഹത്തെ കാത്തു നിന്ന് കഴിഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിച്ചു പോകുന്ന അല്ലെങ്കിൽ വറ്റിപ്പോകുന്ന ഒന്നാണ്. എന്നാൽ പ്രപഞ്ചശക്തിയിൽ നിന്നുമുള്ള ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വിജയം വന്നു ചേരുന്നു. നിങ്ങളെ ആരൊക്കെയാണോ കൂകി വിളിച്ചിരുന്നത്, ആരൊക്കെയാണോ നിങ്ങളെ അപമാനം പറഞ്ഞിരുന്നത്, അവരെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന സമയം പ്രപഞ്ചം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഒരു അനുഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷം ഉടനെ തന്നെ ഈ സെക്കൻഡ് മുതൽ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായി ഇവിടെ കാണുന്നു. എൻ്റെ വ്യൂസ് ഹാങ്ഡായി നിൽക്കുന്നതായിട്ടുള്ള, സ്റ്റക്കായി നിൽക്കുന്നതായിട്ടുള്ള, മുന്നോട്ട് എനിക്കിനി പോകാൻ കഴിയുന്നില്ല, ഞാൻ സറണ്ടർ ആയിരിക്കുന്നു. യൂണിവേഴ്സിൽ നിങ്ങൾ സറണ്ടർ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉയർച്ച വരികയാണ്. ഇപ്പം മുന്നോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ ദൈവമേ ഞാനിവിടെ സറണ്ടർ ചെയ്യുകയാണ്, എന്നാൽ ഇനി ഒന്നും കഴിയില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ മുന്നോട്ട് അതിവേഗം യോദ്ധാവായിട്ട് മുന്നോട്ട് പോകുന്നു. തൂങ്ങിക്കിടക്കുന്ന വവ്വാലായിട്ടല്ല, നിങ്ങളെ ഒരു ജേതാവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതായി കാണുന്നു. ഓഫർ വരുന്ന എൻ്റെ വ്യൂസിന്, ഓക്കെ, ജോലി ഓഫറായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓഫറായിരിക്കാം, സാമ്പത്തിക ഓഫറായിരിക്കാം, വിദേശത്തുള്ള യാത്ര ഓഫറായിരിക്കാം. തീർച്ചയായിട്ടും എന്ത് വിഷയമാണോ ഹാങ്ഡായി കിടക്കുന്നത് അത് ഇവിടെ മൂവ് ആവാൻ പോകുന്നു. സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഒരു എനർജി പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്നു. താങ്ക് യു. വിശ്വസിക്കുന്നവർക്ക് മഹത്വം. ഹൈലി ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിക്ക് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, ഹാപ്പിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ സന്തോഷിക്കുവിൻ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എപ്പോഴാണോ പുഞ്ചിരിക്കുന്നത് ആ പുഞ്ചിരിയാണ് യൂണിവേഴ്സിൻ്റെ ദീപാരാധന. ഓക്കെ, നമ്മൾ കൽവിളക്കുകളിൽ വിളക്ക് കൊളുത്തുന്നത് മാത്രമല്ല, അത് നമുക്ക് പ്രകാശം തരുന്നു. എന്നാൽ നിങ്ങളുടെ പുഞ്ചിരി, നിങ്ങളുടെ കണ്ണിലെ ആ പ്രകാശമാണ് ദൈവത്തിൻ്റെ മുമ്പിലെ ദീപം. ഓക്കെ, അത് നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളൊന്ന് സ്മൈൽ ചെയ്യുകയാണെങ്കിൽ അത് യൂണിവേഴ്സിന് നൽകുന്ന ഗിഫ്റ്റാണ്. ഓക്കെ, ഈ നിമിഷം നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ യൂണിവേഴ്സ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ഇവിടെ തന്നെ കരുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒന്നിനു വേണ്ടിയും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ജോലി, അല്ലേ? നമ്മൾ സ്കൂളിലോട്ട് പിള്ളേരെ കൊണ്ടുവിടുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ജോലി പഠിക്കുക എന്നുള്ളതാണ്. പൈസ വരുന്നതിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട, ടിഫിൻ ബോക്സിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട, ബാഗിനെ വസ്ത്രത്തെക്കുറിച്ച് ഒന്നും നിങ്ങൾ അറിയേണ്ട. നിങ്ങളുടെ ജോലി എന്താണോ പഠിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊന്നിനെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. നമ്മളുടെ കർമ്മം എന്താണോ അത് കറക്റ്റായിട്ട് ചെയ്യുക. നമുക്കൊരു ഉത്തരവാദിത്തങ്ങൾ നമുക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ടാപ്പ് ചെയ്യുക. യൂണിവേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഒന്നും കുറവില്ല. ഓക്കെ, ആ റബ്ബർ പാല് വരുന്നത് പോലെ തന്നെ നമുക്ക് അനുഗ്രഹം നമുക്ക് വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിനോട് പറയാം, ടുഗദർ ഡിവൈൻ ഫൈൻ കൗണ്ട്. ഇതൊരു 108 പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ നിങ്ങളതിൽ സംശയപ്പെടുകയാണെങ്കിൽ ആ റബ്ബർ പാല് വരുന്ന ആ ഭാഗത്ത് പഴയ പാസ്റ്റിലെ നടന്ന കാര്യങ്ങൾ, പാസ്റ്റിൽ ഒഴുകി വന്നിരിക്കുന്നതായിട്ടുള്ള റബ്ബറിൻ്റെ അംശങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒഴുക്കിനെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ്. ആ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തില്ല. എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചതോ ഉണ്ടായതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ചീകി മിനുക്കി വൃത്തിയാക്കി ആ വഴിയൊന്ന് നേരെയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ വ്യൂസ് അനുഗ്രഹത്താൽ നിറയപ്പെടും. ഒരു ലോഡ് അനുഗ്രഹം നിങ്ങൾക്കെടുത്ത് കൊണ്ടുപോകുവാൻ സാധിക്കും. ഇത് വിശ്വസിക്കുകയും അനുഭവം കൊണ്ട് പറയുകയാണ്. അനുഭവത്താൽ നിറയും നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്കും ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ പങ്കുവെച്ച് കൊടുക്കാൻ പറ്റും. എത്രത്തോളം നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾ ചിരിക്കുകയും അനുഗ്രഹിക്കപ്പെടുന്ന ദിവസം വന്നിരിക്കും. അത് നിശ്ചയം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദിവസമായി മാറിയതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ബൈ.